മക്കളുടെ പ്രണയബന്ധങ്ങളും സൗഹൃദവും അംഗീകരിക്കാൻ യാഥാസ്ഥിതികരായ മലയാളി കുടുംബങ്ങൾക്ക് ഇക്കാലത്തും അല്പം പ്രയാസമാണ്. ജാതിയും മതവും മാത്രമല്ല, ദുരഭിമാനവും ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. പ്രണയത്തെ ചൊല്ലി രണ്ട് വീട്ടുകാർ തമ്മിൽ കലഹവും സംഘർഷവും ഉണ്ടാകാം. തിരുവനന്തപുരം വർക്കലയിൽ പ്രണയവുമായി ബന്ധപ്പെട്ട് രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കാമുകൻ്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടു. കൊല്ലം ചിറ്റുമല സ്വദേശി അമലിനെയാണ് ക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. കേസിൽ പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളും ഉൾപ്പെടെ 4 പേരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ച മുൻപായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. കാമുകനായിരുന്ന യുവാവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതേക്കുറിച്ച് സംസാരിക്കാൻ വർക്കല കണ്ണമ്പയിലുള്ള വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഘർഷവും മർദ്ദനവും നടന്നത്. പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ ഫോൺ വഴി തർക്കങ്ങൾ നടന്നു വരികയായിരുന്നു. ഇത് സംസാരിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമലും സുഹൃത്തായ യുവാവും ബന്ധുക്കളും കണ്ണമ്പയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപത്തെത്തിയത്. തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ അമലിന് അടിയേറ്റിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ അമൽ പിറ്റേന്ന് രാവിലെ കൂടുതൽ അവശനാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തെങ്ങിൽ നിന്ന് വീണ് പരിക്കുപറ്റിയെന്നാണ് ആശുപത്രിയിൽ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ സംശയം തോന്നിയ ഡോക്ടർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ 17-ാം തീയതിയാണ് അമൽ മരിച്ചത്. ഇരുകൂട്ടരെയും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം പുറത്തു വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളുമായ വർക്കല കണ്ണമ്പ സ്വദേശി സുരേഷ്, രാജേഷ്, അജിത്ത് എന്നിവരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.